പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മേക്കിംഗ് കരിയർ പ്ലാനിങ് സക്സസ്ഫുൾ. എങ്ങനെയാണ് ഒരു കരിയർ പ്ലാനിങ് നമ്മൾ സക്സസ്ഫുള്ളാക്കി മാറ്റുക, അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്, ഈ ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഭാഗത്തിൻ്റെ നോട്ട് ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും നോട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. കരിയർ പ്ലാനിങ് എന്നാൽ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരു കരിയർ പ്ലാനിങ് സക്സസ്ഫുള്ളായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത്? അതിലൊന്നാമത്തതാണ് ടോപ്പ് മാനേജ്മെൻറ്റ് സപ്പോർട്ട്. ഫസ്റ്റ് കാര്യമാണ്, നമുക്ക് ഒരു കരിയർ പ്ലാനിങ് സ്ഥാപനത്തിൽ സക്സസ് ആയിട്ട് നടക്കണമെങ്കിൽ ആ സ്ഥാപനത്തിനുള്ളിലെ ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട്, ഉന്നതതല മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നമുക്ക് കൂടിയേ തീരുകയുള്ളൂ. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു മോറൽ സപ്പോർട്ട് നമ്മുടെ കരിയർ പ്ലാനിങ് സ്ഥാപനത്തിനകത്ത് സക്സസ് ആയിട്ട് നടക്കുന്നതിനും അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനുമൊക്കെ നമ്മളെ വളരെയേറെ സഹായിക്കും. അപ്പം ആദ്യം വേണ്ടത് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ അടുത്തു നിന്നുള്ളൊരു സപ്പോർട്ടാണ്. രണ്ടാമത്തതാണ് എക്സ്പാൻഷൻ. എക്സ്പാൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വികസനമാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഓർഗനൈസേഷൻസ് പ്രോപ്പറായിട്ട് എക്സ്പാൻഡ് ചെയ്യണം, അതായത് വികസിച്ചു കൊണ്ടിരിക്കണം. ഇപ്പോൾ വികസനമുള്ള സ്ഥലങ്ങളിലേ നമുക്ക് കരിയർ പ്ലാനിങ്ങിന് എന്തുള്ളൂ, അവസരങ്ങളുള്ളൂ. അപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങൾ വികസിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കരിയർ പ്ലാനിങ് സക്സസ് ആയി മാറും. അപ്പോൾ ആ വികസനത്തിനനുസരിച്ച് നമ്മുടെ സ്ഥാപനത്തിലുള്ള എംപ്ലോയീസിൻ്റെ കരിയർ പ്ലാനിങ്ങും അവിടെ സക്സസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ രണ്ടാമത്തത് വേണ്ടത് സ്ഥാപനത്തിൻ്റെ എക്സ്പാൻഷനാണ്, വളർച്ചയാണ്. ഇനി മൂന്നാമത്തത് ക്ലിയർ ഗോൾസ് ആണ്. നമ്മുടെ സ്ഥാപനത്തിന് കൃത്യമായ ഒരു ഗോൾ ഉണ്ടായിരിക്കണം. എ ക്ലിയർ കോർപ്പറേറ്റ് ഗോൾസ്. കൃത്യമായ ഒരു കോർപ്പറേറ്റ് ഗോൾസ് നമ്മുടെ സ്ഥാപനത്തിനുണ്ടായിരിക്കണം. ഈ ഗോളിനനുസരിച്ചാണ് സ്ഥാപനം മുന്നോട്ട് നീങ്ങുന്നത്. അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ കരിയർ പ്ലാനിങ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഒരു കരിയർ പ്ലാനിങ് സക്സസ് ആയിട്ട് നടക്കണമെങ്കിൽ നമുക്ക് കൃത്യമായ ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോള് ഉണ്ടായിരിക്കണം. ഇനി നാലാമത്തതാണ് മോട്ടിവേറ്റഡ് ആൻഡ് ഹാർഡ് വർക്കിംഗ് സ്റ്റാഫ്. ഏതൊരു സ്ഥാപനത്തിൻ്റെയും സക്സസ് എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിലെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റിയുമുള്ള സ്റ്റാഫാണ്. നല്ല ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റിയുള്ള സ്റ്റാഫ് സ്ഥാപനത്തിനകത്തുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന് സക്സസ് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കരിയർ പ്ലാനിങ്ങും സക്സസ് ആയിട്ട് നടത്തണമെങ്കിലും വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റിയുള്ള സ്റ്റാഫ് സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. ഇനി അടുത്തതാണ് പ്രോപ്പർ സെലക്ഷൻ. പ്രോപ്പർ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ശരിയായ ജോലിയിലേക്ക് ശരിയായ ആളെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ഒരു അക്കൗണ്ടിങ് മേഖലയിലേക്ക് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് അക്കൗണ്ടിങ്ങുമായി അറിവും പരിജ്ഞാനവും പരിശീലനവും അതേ യോഗ്യതയും ഉണ്ടായിരിക്കണം. അല്ലാതെ അതുമായി ബന്ധമില്ലാത്ത ഒരാളെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ മേഖലയിൽ വളരാനുള്ള സാധ്യത കുറവായിരിക്കും, അല്ലെങ്കിൽ അത് പഠിച്ച് മനസ്സിലാക്കി വളർന്നു വരണമെങ്കിൽ സമയം പിടിക്കും. അപ്പോൾ പ്രോപ്പർ സെലക്ഷനും നമ്മുടെ കരിയർ പ്ലാനിങ്ങിൻ്റെ ഒരു സക്സസ്സിന് സഹായിക്കുന്ന ഘടകമാണ്. അതുപോലെ അടുത്തതാണ് പ്രോപ്പർ ഏജ് ബാലൻസ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രോപ്പറായിട്ടുള്ള ഏജ് ബാലൻസ് നമ്മൾ സ്ഥാപനത്തിൽ കീപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല സമയത്തും പ്രൊമോഷനുകളൊക്കെ വരുന്ന സമയത്ത് അത് കൃത്യമായ രീതിയിൽ നടക്കാതിരിക്കുകയും അല്ലെങ്കിൽ ഈ ഏജ് ബാലൻസ് അതിനൊരു തടസ്സം സൃഷ്ടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ സ്ഥാപനത്തിനകത്ത് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോപ്പർ ഏജ് ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്യണം. നെക്സ്റ്റ് ഫെയർ പ്രൊമോഷൻ പോളിസിയാണ്. ഫെയർ പ്രൊമോഷൻ പോളിസി എന്ന് പറഞ്ഞാൽ ഓരോ തൊഴിലാളികൾക്കും സ്ഥാപനത്തിനകത്ത് പ്രൊമോഷൻ ഉണ്ടാവും. ഒരു നിശ്ചിത വർഷം ജോലി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പ്രൊമോഷൻ ഉണ്ടാവും. ഈ പ്രൊമോഷൻ കൃത്യമായ രീതിയിലായിരിക്കണം നടക്കേണ്ടത്. ഓരോ ആളുകളും എത്ര ജോലി ചെയ്തു
ആ ജോലി ചെയ്ത സർവീസിനനുസരിച്ചും അവരുടെ ഗുഡ് റെക്കോർഡിനനുസരിച്ചുമാണ് അവർക്ക് പ്രൊമോഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു പ്രൊമോഷൻ പോളിസി ഫെയർ ആയിട്ട്, അതായത് കൃത്യമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കരിയർ പ്ലാനിങ്ങിൻ്റെ സക്സസ്സിന് സഹായിക്കും. ഇനി അടുത്തതാണ് മാനേജ്മെൻറ്റ് ഓഫ് കരിയർ സ്ട്രെസ്സ്. മാനേജ്മെൻറ്റ് ഓഫ് കരിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ഥാപനത്തിനകത്ത് സ്ട്രെസ്സുകൾ ഉണ്ടാവും. ഈ കരിയർ സ്ട്രെസ്സിനെ പ്രോപ്പറായി മാനേജ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ കരിയർ പ്ലാനിങ്ങിനെ സക്സസ് ആയി നിലനിർത്താൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു പോയിൻ്റാണ്. ഇനി അടുത്തത് ഇൻറ്റേർണൽ പബ്ലിസിറ്റി. ഇൻറ്റേർണൽ പബ്ലിസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥാപനത്തിനകത്ത് കരിയർ പ്ലാനിങ്ങിനെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രോപ്പറായി തൊഴിലാളികളിലേക്ക് എത്തിക്കുന്നതിനെയാണ് ഇൻറ്റേർണൽ പബ്ലിസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് കരിയർ പ്ലാനിങ്ങുമായുള്ള പല കാര്യങ്ങളും തൊഴിലാളികളിലേക്ക് നിരന്തരം എത്തിക്കുക, ഒരു പബ്ലിസിറ്റി കൊടുക്കുക. അതിനെയാണ് ഇൻറ്റേർണൽ പബ്ലിസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കണ്ടിന്യൂയിറ്റി. കണ്ടിന്യൂയിറ്റി എന്ന് പറഞ്ഞാൽ കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഷുഡ് ബി ക്യാരിഡ് ഔട്ട് ഓൺ ദ കണ്ടിന്യൂയിറ്റ് ബേസിസ് so as to take care of changing need of both the individual and the organization. കരിയർ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു ഓർഗനൈസേഷൻ എത്ര കാലത്തോളം നിലനിൽക്കുന്നുണ്ടോ ആ കാലത്തോളം നമുക്ക് എന്ത് ചെയ്തിരിക്കണം, കരിയർ പ്ലാനിങ്ങും ചെയ്തിരിക്കണം. അത് മാത്രമല്ല, നമ്മുടെ സൊസൈറ്റിയിൽ, ബിസിനസ് വേൾഡിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ആ മാറ്റങ്ങൾക്കനുസൃതമായിട്ടുള്ള പ്ലാനിങ്, കരിയർ പ്ലാനിങ് ഒക്കെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രവർത്തനമായിരിക്കണം കരിയർ പ്ലാനിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ ഫലപ്രദമായിട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, ഒരു കരിയർ പ്ലാനിങ്ങിനെ സക്സസ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ഭാഗം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.